ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഞാൻ പച്ചരി ആട്ടിയതാണ് കേട്ടോ. ഇച്ചിരി തേങ്ങയും ലേസം ചോറും കൂട്ടിയതാട്ടോ. ഇത് ചോറും കൂട്ടി പച്ചരി നല്ലോണം ആട്ടിയെടുത്ത് നമുക്ക് മിക്സി ലേസം കൂടി വെള്ളം വെച്ച് ഇതിലൊഴിക്കണേ. ഇതിലേക്ക് ഇതാ ലേസം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കുക. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആട്ടുമ്പളേന്നുള്ളിട്ടാണ്, കല്ലുപ്പാണ് ഇട്ടത്. ഈ പരുമത്തിൽ മതി. കൂടുതൽ വെള്ളം കൂടാനും കുറയാനും പാടില്ല. ഇത് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് മൂടി വയ്ക്കുക, വേവട്ടെ. എന്നിട്ടതാ ഓട്ടട എല്ലാം നന്നായിട്ടുണ്ട്. ബേക്കും കൊണ്ടൊക്കെ നിൽക്കുന്നു. നമുക്ക് ഇതൊക്കെ എടുത്തിടാം. വേറെ ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഇത് ഫുള്ള് നമുക്ക് ചുട്ടെടുക്കുക. ഓരോന്ന് ചുട്ടെടുക്കണം കേട്ടോ. ഇതാ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോന്ന് വെച്ച് കൊടുക്കുക. വേറെ എന്തൊക്കെ വിശേഷം മക്കളെ? എല്ലാവർക്കും സുഖമാണോ? സുഖമായിരിക്കട്ടെ. സുഖവും സമാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. മുറാദുകളുള്ള സഫലങ്ങളൊക്കെ തരട്ടെ. ഞാനട്ടാ മക്കളെ തിന്നാണ്. തേങ്ങാപ്പാൽ ഇതൊക്കെയാണ്. തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാണ്. പഞ്ചസാര ഇട്ടിട്ട്, പഞ്ചസാര ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ. പഞ്ചസാര വേണ്ടിയവർക്ക് ഇട്ടാൽ മതി. ഞാനിങ്ങനെ പുറമൊക്കെ കണ്ട നല്ലതാണ്. ഇങ്ങനെ ഞൗണ്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇടുക്കാട് പോയടാ നമ്മൾ തിന്നാണ് കേട്ടോ. പാത്രത്തിലേക്ക് കാണണമെങ്കിൽ ഇങ്ങനെ വെക്കണം മക്കളെ. പാത്രം കാണുമ്പോൾ എന്നെ കാണില്ല, എന്നെ കാണുമ്പോൾ പാത്രം കാണൂല. വേറെന്താ വിശേഷം? സുഖമാണ് എല്ലാവർക്കും. സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖവും സമാനവും സന്തോഷമൊക്കെ ഇരിക്കട്ടെ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പത്തിരി കേട്ടോ. തേങ്ങാപ്പാൽ വെച്ച് തിന്നിട്ട് പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നും തിന്നുമ്പോൾ നമുക്ക് മടുക്കും. അതല്ല എപ്പോഴെങ്കിലുമൊക്കെ തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലേ. അല്ലെങ്കിൽ കൂട്ടാൻ തന്നെ കൂട്ടണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരും മറക്കരുത്. എല്ലാവരും മോനെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും പറയണു മറക്കരുത്. അറിയുന്ന മാതിരി തന്നെ വർത്താനം പറഞ്ഞ് തിന്നരുത് പറഞ്ഞതാണ്. തൊള്ളേന്ന് ഇങ്ങോട്ട് താഴോട്ട് തന്നെ വരും. തരിപ്പ് പോവും. എല്ലാവരും കാക്കട്ടെ പഠിച്ചോനാമി. അപ്പോൾ ഒരു പൂതി എന്നും തിന്നണ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മിന്നായം പാടിയല്ലേ കാട്ടുള്ളൂ. ഒന്നൊന്ന് കാട്ടാ തിന്നണത് വിചാരിച്ച്. ഒരു പണിയുണ്ട് ഇഷ്ടം പോലെ. ഇതിൻ്റെ രസം കൊണ്ട് ഇത് തിന്നിങ്ങനെ ഒത്തിരിക്കുക. നല്ലോണം ഞൗണ്ടി ഇച്ചിരി കൂടെ പഞ്ചസാര ഇട്ട് എന്നിട്ട് ഒന്നും കൂടെ ഞെവുണ്ട് നല്ലോണം. ഞെണ്ടി തിന്നലോട് തിന്നൽ. പണ്ടൊക്കെ പോളും എൻ്റെ അമ്മയുള്ള കാലത്തൊക്കെ ഓട്ടട ഉണ്ടാക്കുക. കാരണം അധികം വെച്ച് പണിയൊന്നും ഇല്ലല്ലോ. എണ്ണയും പൾസറിയും നെയ്യൊന്നും ചിലവാക്കണ്ടല്ലോ. നേരായിട്ട് ആട്ടിയിട്ട് അന്നൊന്നും ചിലപ്പോൾ തേങ്ങയും കൂടെ ഉണ്ടാവില്ല.
തേങ്ങ ഒന്നും ഇല്ലല്ലോ, പറമ്പൊന്നും ഇല്ലല്ലോ. അപ്പല്ല എല്ലാവർക്കും പറമ്പും കാര്യം തേങ്ങ ഒക്കെ ആയിരുന്നു. ഒന്നൊക്കെ പേടിയൊന്നും വാങ്ങലേനി. തേങ്ങ അതിലേ കാട്ടിയാൽ തരുള്ളൂ. തേങ്ങാപ്പാലൊക്കെ അങ്ങനത്തെ വെള്ള നിറം ഉണ്ടാവില്ല. തേങ്ങാപ്പാലൊക്കെ അങ്ങ് പച്ചവെള്ളം പോലെ ആയിട്ടുണ്ട്. അതിൽ ഇച്ചിരി മധുരം ഇടും, നേരിയ മധുരം. ഉപ്പ് എല്ലാം കൊണ്ട് കളിയില്ല നമുക്ക്. പഞ്ചാര, തേങ്ങാപ്പാൽ, അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ട കാലം ചെറുപ്പത്തിൽ ചെഞ്ചപ്പാക്ക് 2-3 ഹോട്ടലും കാര്യമൊക്കെ ഉണ്ടായിനി. പിന്നെ ചൂട് വിരിച്ച് വെപ്പിക്കേനി, പല പണിയുണ്ടായിനി. ഹോട്ടൽക്കാരൊക്കെ വേറെ ആൾക്കാർ ഇരുത്തി ഹോട്ടലൊക്കെ പൊട്ടി പാതാളതിൻ്റെ അവസാനം കഷ്ടകാലം തുടങ്ങി മക്കളെ. പിന്നെ മക്കളൊക്കെ വലുതായതിൻ്റെ ദിവസം ബാപ്പക്ക് നല്ല പണിയൊക്കെ വേറെ ആയാലും പിന്നെ രക്ഷപ്പെട്ടു. ഒക്കെ ആരും തിന്നുന്നുണ്ട് ഈ പത്തിരി. എന്താണ് അലിമേ? അരിമുട്ടിയേ വെറുതെ കരയല്ല. എന്നായിക്കോട്ടെ, ഞാൻ തിന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മക്കളെ, ബൈ.